പ്രസാദം സമർപ്പിക്കാനുള്ള അർഹത നിനക്കില്ല. മനുഷ്യന് വേണ്ടി പൈസ ഉപയോഗിക്കുന്ന കാലം പോയി. പണത്തിന് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു കാര്യത്തെ അവർ ഊതിപ്പെരിപ്പിച്ചല്ലേ, അവര് വേദനിപ്പിച്ചു അല്ലേ. ഞാനിപ്പോ തന്നോട് എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും തന്റെ വിഷമം മാറില്ല എന്നറിയാം. ഇങ്ങനെ ഒരു സമയത്ത് പോലും അവന് എന്റെ ഭാര്യയാണെന്ന് പറയാൻ പറ്റാത്ത ഒരു നിർഭാഗ്യവാനാ ഞാൻ. എന്നോട് ക്ഷമിക്കുക അവനെ. കാരണം ഞാനാ, എല്ലാത്തിനും കാരണം ഞാനാ. ക്ഷമിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോ എന്റെ വിഷമം ഇരട്ടിക്കുന്നതല്ലാതെ കുറയുന്നില്ല. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. താൻ എന്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും ക്ഷമാപണം നടത്തേണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ എല്ലാം ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക. തെറ്റല്ല എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല ഏട്ടാ. ആ സമയത്ത് വേറെ മാർഗമില്ലായിരുന്നു. തന്റെ ആവശ്യത്തിന് വേണ്ട പണം തന്നപ്പോ അത് സ്വീകരിക്കാൻ തനിക്ക് സമ്മതമില്ലായിരുന്നല്ലോ അവനി. ചേട്ടൻ തന്ന പൈസ എടുത്ത് താൻ എന്തിനു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പ്രധാന കാരണം എന്തെങ്കിലും ഉണ്ടാവും. തനിക്ക് എന്നോട് ഫോൺ ചെയ്തൊന്ന് ചോദിച്ചാ പോരായിരുന്നോ? നിങ്ങൾക്ക് ഞാൻ കോൾ ചെയ്തിരുന്നു ഏട്ടാ, പക്ഷെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഞാനൊരു മീറ്റിംഗിലായോണ്ടാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ടും ഞാൻ വിട്ടുപോയി. അതല്ല, അത്രയ്ക്കും വലിയ ആവശ്യം എന്തായിരുന്നു തനിക്കപ്പോ? പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നാളെയോ പിറ്റേന്നോ ഈ കാര്യത്തെ പറ്റി എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഏട്ടൻ അത് അറിഞ്ഞില്ലെങ്കിൽ ആ ഭാരം സഹിക്കാൻ എനിക്കാവില്ല. ഞാൻ പറയാം ചേട്ടാ, ചേച്ചി അളിയനുമായിട്ട് എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ചേച്ചിക്ക് ഇതുവരെ മറ്റൊരു വീട്ടിലും അടുക്കളക്കാരിയായി പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. മറ്റൊരു വീട്ടിലെ ചേച്ചിനെ അങ്ങനെ കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അതെന്താടോ? തന്റെ ചേച്ചി ഏതോ സ്കൂളിൽ വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്റെ അനിയത്തി ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയില്ല എന്ന് കരുതി കളവ് പറഞ്ഞതാ. ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പനിച്ചു കിടക്കുന്ന മകളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി വന്നിട്ട് പണി ചെയ്യുകയായിരുന്നു. ആ കാഴ്ച ഞാൻ കണ്ടപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി. വേറെ ഒരു 500 രൂപയ്ക്ക് വേണ്ടി അടുത്തുള്ള ആരോടെങ്കിലുമൊക്കെ ചോദിക്കാന്നും പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ചേച്ചിയുടെ സങ്കടവും സൗമ്യയുടെ ബുദ്ധിമുട്ടും കണ്ടു കഴിഞ്ഞപ്പോ 10,000 രൂപ ഞാൻ എടുത്തു കൊടുത്തു.
മറ്റൊരാളുടെ സ്വത്ത് പാമ്പ് പോലെയാണെന്ന്. അതെടുക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. ഒരു ചെറിയ കുരുന്നിന്റെ പ്രാണന്റെ കാര്യമായപ്പോ അത് ഉപയോഗിച്ചതിന് ആ പണം എന്റെ ആത്മാഭിമാനത്തെ കുത്തി നോവിച്ചു. ചേച്ചിയെ കുറിച്ച് എല്ലാവരുടെയും മുന്നിൽ പറയാൻ വയ്യാതെ എനിക്കെല്ലാം കേട്ടു നിൽക്കേണ്ടി വന്നു. വീട്ടിലുള്ളവർക്ക് ഇതറിയില്ലെങ്കിലും ഞാൻ വീട്ടിലെ മരുമകളല്ലേ. കള്ളി എന്ന് എന്നെ എല്ലാവരും വിളിക്കുമ്പോ ഒരുപാട് വിഷമമുണ്ട് ഏട്ടാ. ഏട്ടൻ പറയട്ടോ, ഞാൻ ചെയ്തത് തെറ്റാണോ? മോൾക്ക് എങ്ങനെയുണ്ടെന്ന് തന്റെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു? ഇല്ല ഏട്ടാ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കണം. താൻ കൊടുത്ത പൈസ ഞാൻ ചേട്ടന് കൊടുത്തോളാം. ഹോസ്പിറ്റലിൽ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാ താൻ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എന്റെ ചേച്ചിനെ ഏതെങ്കിലും ഒരു വിധത്തിൽ എനിക്ക് സഹായിച്ചല്ലേ പറ്റൂ. എല്ലാ തവണയും നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീണ്ടും എനിക്ക് ജോലിക്ക് പോയാലൊന്നുണ്ട്. ഞാൻ മരുമകളാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത്. എന്നെ ഇവിടെ ഒരു കൂട്ടര് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് കൊണ്ടല്ല. എന്റെ മനസ്സിനെന്തോ അത് പിടിക്കുന്നില്ല. ആ സുരേന്ദ്രൻ എന്നെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വേണ്ടില്ല, എന്റെ കുടുംബത്തെ പരിപാലിക്കണമെങ്കിൽ എനിക്ക് ജോലിക്ക് പോയേ തീരൂ. അതല്ല അവനി, തെറ്റായിട്ടെടുക്കരുത്. ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ ആവശ്യം മാത്രമല്ല, എന്റെ അഭിമാനം കൂടിയാണ്. ഞാൻ ജോലിക്ക് പോകാനായി തീരുമാനിച്ചു കഴിഞ്ഞു. ഏട്ടൻ എന്നോട് നോ പറയരുത്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് കുറെ നേരമായല്ലോ. ഇത്ര താമസം എന്ത്? ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ തീരുമാനം പറയാൻ വന്നതാ. തീരുമാനമോ? എന്താ മോളെ? ആ അവനിയെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നോക്ക്, നടന്ന കാര്യത്തിൽ ഞങ്ങൾക്കും വളരെ സങ്കടമുണ്ട്. എന്ന് കരുതി ഒരു അതിഥിയെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കി വിടുന്നത് നല്ലതല്ല. അവൾ അതിഥിയല്ല, ആപത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ധൃതിപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അച്ഛാ. ആ അവന് ഇനി വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇത് നോക്കമ്മേ, ചുവരുകൾ ദുർബലമായ വീട് നിലം പതിക്കും. വഴക്കുകൾ ബലപ്പെട്ട കുടുംബം തന്നെ നശിച്ചു പോവും. ഇനി ഇവിടെ ഇത്തരം വഴക്കുകൾ ആവർത്തിച്ചാ ഈ വീട് തന്നെ രണ്ട് കഷ്ണമാവും. ലാവണ്യം, ലാവണ്യം, ലാവണ്യം. ഇനി ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. പൈസയുടെ കാര്യം ചോദിച്ചപ്പോ നിങ്ങളുടെ മകൻ എന്റെ ഭർത്താവിന്റെ കോളറിൽ പിടിച്ചു.
ഞാൻ ന്യായത്തോടെ സംസാരിച്ചപ്പോ എന്റെ നേർക്ക് കൈ ഉയർത്തുന്നു. എന്താ നിങ്ങൾ എന്തു പറഞ്ഞാലും കേട്ടോണ്ടിരിക്കണോ? ഒരു മരുമകള് ഒരിക്കലും കുടുംബം ചിന്നിച്ചിതറണമെന്ന് പറയാൻ പാടില്ല. ലാവണ്യ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പുറത്തു നിന്ന് വന്നവര് പുറത്തേക്ക് തന്നെ പോകണമെന്നാ പറഞ്ഞത്. ബന്ധങ്ങളാണ് ഏറ്റവും വലുതെന്ന് നിങ്ങളെപ്പോലുള്ളവർ തന്നെയല്ലേ പറയാറ്. ചെറിയൊരു കാര്യം ഉണ്ടായപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ? അതിന്റെ ഭവിഷ്യത്ത് എന്താവുമെന്നറിയോ? നിങ്ങൾക്കത് ചെറിയ കാര്യമായിരിക്കും, ഞങ്ങൾക്കിത് വലിയൊരു പ്രശ്നം. ആ അവനിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ശ്രീകരേട്ടനെ അവള് മയക്കാൻ നോക്കുന്നുണ്ട്. ദയവ് ചെയ്ത് പറഞ്ഞയക്കാം അമ്മമ്മേ. അഭിമാനമുള്ള കുടുംബമാന്ന് പൊങ്ങച്ച മാത്രം പറഞ്ഞാ പോരാ അമ്മേ. കല്യാണം പോലും കഴിയാത്ത പുറത്തുനിന്നുള്ള ഒരു പെണ്ണി വീട്ടിലുണ്ടെന്നറിഞ്ഞാ ഇതൊക്കെ കേൾക്കുന്നവരും കാണുന്നവരും പലതും പറയും. അതോർത്താ മതി. നാളെ നേരം വെളുക്കുമ്പോ ആവണി ഈ വീട്ടിലുണ്ടാവരുത്. ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടം. വാ. ഡാ, രാധ. രാധ. ഡാ, രാധ. മോനെ. അവരുടെ വാശി അവർക്കുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുള്ളൊരു പരിഗണന തന്നൂടെ? എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു വേദ. കുടുംബം രണ്ടാവുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ശ്രീകർ, എന്താ അമ്മേ? അവനെക്കുറിച്ച് സംസാരിക്കണം. എന്താ സംസാരിക്കണ്ടേ? നമ്മുടെ വീട്ടിൽ അവള് ഇനി എത്ര നാളുണ്ടാവും? ഒരു ഉത്സവത്തിനോ ചടങ്ങിനോ വന്ന ബന്ധുക്കളല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് പോവും. അതിഥിയായിട്ട് വരുന്നവര് അവരുടെ ജോലി കഴിയുന്നതുവരെ ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടാവും. ആവണി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും എന്ന് പറയടാ. അതിപ്പോ എനിക്കെങ്ങനെ പറയാൻ പറ്റും അച്ഛാ? 1-2 ദിവസം കഴിയുമ്പോൾ പോകുമെന്ന് ചോദിക്കുക. അവളോടിപ്പോ ഞാനത് എങ്ങനെ ചോദിക്കുക അച്ഛാ? അത് ചോദിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനിയും വ്യക്തമാക്കണമെങ്കിൽ അവനിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടേണ്ട സമയമായിട്ടുണ്ടെന്ന്. ഇത് നിന്നോട് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ പറയാതെ വയ്യ. ഇത് നിങ്ങൾക്ക് തോന്നിയതാണോ അതോ ആരെങ്കിലും നിങ്ങളെ ഫോഴ്സ് ചെയ്ത് അവനെ പുറത്താക്കാൻ പറയിപ്പിക്കുന്നത് എങ്ങാനും ആണോ? എല്ലാ രീതിയിലും ചിന്തിച്ചിട്ടേ മുതിർന്നവർ തീരുമാനമെടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നീ മുരളി എന്ന് ഫോൺ ചെയ്തതാ, ഞാൻ അവനോട് സംസാരിക്കാം. അവനെ പോലൊരു പെണ്ണിനെ കിട്ടുന്നത് നിന്റെ ഭാഗ്യമാടാ. അവളെ ഒരിക്കലും നീ ചതിക്കരുത്. അങ്ങനെ സംഭവിച്ചു ഞാൻ അറിഞ്ഞ ഫ്രണ്ടാണെന്നൊന്നും ഞാൻ നോക്കില്ല. ബോർഡറില് ഡ്യൂട്ടിയിലുള്ള മുരളിയോട് ഈ സമയത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മേ. നോക്ക് ശ്രീകർ, അതിഥി ദേവോഭവ എന്ന വാക്കിന് നമ്മൾ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയാലോ. എന്നാൽ അതേ അതിഥി കാരണം ഈ കുടുംബം തന്നെ ചിന്ന ഭിന്നമായി പോകുന്നുള്ളൊരവസ്ഥ വന്ന കുടുംബത്തിന്റെ നിലനിൽപ്പിന് ആ അതിഥിയെ പറഞ്ഞു വിടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോ അവനെയാണ് എല്ലാത്തിനും കാരണമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ കാര്യം അവനെ അറിഞ്ഞ അവളുടെ ആത്മാഭിമാനം എത്രത്തോളം മുറിപ്പെടുമെന്ന് നിങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല അച്ഛാ. ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഹോസ്റ്റലിലാക്ക്. അവളുടെ ചെലവിന്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്താ ഫ്രണ്ടിന്റെ അടുത്ത് എന്റെ വില എന്തായി പോവച്ചാ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുടുംബം രണ്ടായി പിളർന്നു പോകുന്നുള്ളൊരവസ്ഥയിലാണ് ശ്രീകർ. ആവണി നല്ല കുട്ടിയാടാ, പക്ഷെ വേറെ വഴിയില്ല. അവളോട് എന്തു പറയുമെന്നത് നിന്റെ ഇഷ്ടം. പറഞ്ഞയച്ചേക്ക്. വേദ,
അവനിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടേണ്ട സമയമായിട്ടുണ്ടെന്ന്. അവളോട് എന്തു പറയുമെന്നത് നിന്റെ ഇഷ്ടം. പറഞ്ഞയച്ചേക്ക്. തന്നേനാ 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 താനേനാനേനാ താനേനാനേനാനേനാ തന്നേനാ 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 തന്നേനാനേനാ. വീട്ടിലെല്ലാവരെയും സമ്മതിപ്പിച്ച് തന്നെ ഞാൻ കൊണ്ടുപോകും. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നതിനേക്കാൾ അവന് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ ഒരു ഭർത്താവായി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശരിയാവും അത്. പക്ഷേ ഞാനിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാവില്ലേ? അവളെ മനസ്സ് വേദനിപ്പിക്കുന്നതിനേക്കാൾ അത് പറയുന്നതാ ശരി. എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ കാര്യം പറയുന്നത്? ഹലോ, ഏട്ടാ, എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്തേ? താനെന്താ ചെയ്യുന്നേ? എപ്പോഴും എന്താണോ ചിന്തിക്കാറുള്ളത് അത് ചിന്തിക്കുക. തന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയേട്ടാ. അത് ഞാൻ പറയേട്ടാ. തനിക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വീണ്ടും ഗസ്റ്റ് ഹൗസിൽ നിൽക്കാവോ? പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയ ശേഷവും നമ്മുടെ കല്യാണക്കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷവും തനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരാലോ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാ ഇവിടെയുള്ളവരുടെ ദേഷ്യമൊക്കെ കുറയും. എല്ലാവരെയും കൺവിൻസ് ചെയ്യാനും കഴിയും. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും സങ്കടപ്പെടാതിരിക്കാനുമാണ് ഞാൻ പറയുന്നത്. പറയാ അവന്. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ഈ മൗനം ഒരിക്കലും സമ്മതമല്ല ഏട്ടാ. വേറെ ഒരു വായാടിയായി ഞാൻ എങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. നമ്മുടെ കല്യാണക്കാര്യം വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം വഴക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട്
ഗസ്റ്റ് ഹൗസിൽ നിൽക്കാവോ എന്ന് ചോദിക്കുമായിരുന്നു. ഇതാണ് ഇനി ഞാൻ ജീവിക്കേണ്ട ഇടം. ഇതാണ് ഞാൻ എന്റെ കുടുംബം ഉണ്ടാക്കേണ്ട ഇടം. ഇതാണ് ഞാൻ എന്റെ അവസാന ശ്വാസം എടുക്കേണ്ട ഇടം. ഇനി എത്ര പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലുണ്ടാവും. എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. താനിപ്പോ മാറി താമസിക്കേണ്ട അവസ്ഥയായിട്ടുണ്ടാവനെ. അച്ഛനും അമ്മയും തന്നെ ഹോസ്റ്റലിലേക്ക് അയക്കാനാ ഇപ്പൊ പറയുന്നേ.